പെരുമ്പാവൂർ ഒരിക്കൽ പ്രവാസികളുടെ നഗരം എന്ന പേരിൽ അഭിമാനിക്കപ്പെട്ട പ്രദേശം. ഇന്ന് അതേ പേരിനുപിറകിൽ മറഞ്ഞിരിക്കുന്ന ഭീതിയും അനാശാസ്യവും നിറഞ്ഞ ഒരു യാഥാർത്ഥ്യമാണ് ജനങ്ങൾ നേരിടുന്നത്. ഇതര സംസ്ഥാന തൊഴിലാളികളുടെ ഒഴുക്കിനൊപ്പം എത്തിയത് തൊഴിൽ മാത്രമല്ല, കുറ്റകൃത്യങ്ങളും അനാശാസ്യവും നിറഞ്ഞ ഒരു ഇരുണ്ട മുഖവുമാണ്. പെരുമ്പാവൂരിൽ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ആയിരക്കണക്കിന് ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്നു. നിർമ്മാണ മേഖല, ഫാക്ടറികൾ, കച്ചവടങ്ങൾ എല്ലായിടത്തും അവരുടെ സാന്നിധ്യം കാണാം. തൊഴിൽ നിരക്ക് ഉയർത്തിയെങ്കിലും നിയന്ത്രണമില്ലാത്ത കുടിയേറ്റം ഇപ്പോൾ സമൂഹത്തിനുള്ളിൽ ഭീതിയുടെ വിത്തുകളാണ് വിതറിയിരിക്കുന്നത്. നാട്ടുകാർ പറയുന്നു, ഇനി വീടുകൾക്ക് സമീപം രാത്രി പുറത്തിറങ്ങാനും ഭയം തോന്നുന്നു. വീട്ടുവാതിൽ അടക്കുമ്പോൾ പോലും മനസ്സിൽ ഒരാശങ്ക. കാരണം പലതും തൊഴിൽ എന്ന മറവിൽ നടക്കുന്ന മറ്റൊരു ലോകമാണ് ഇവിടെയുണ്ടെന്ന് തെളിവുകൾ പറയുന്നു. പെരുമ്പാവൂരിന്റെയും വെങ്കോളയുടെയും വിവിധ ഭാഗങ്ങളിൽ അനാശാസ്യ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നതായി നാട്ടുകാർ ആരോപിക്കുന്നു. പോലീസിൽ പരാതികൾ നൽകിയിട്ടും നീക്കം കാണാതെ ഒടുവിൽ നാട്ടുകാർ തന്നെയാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. വെങ്ങോലയിലെ ഒരു കെട്ടിടത്തിലാണ് ഏറ്റവും പുതിയ സംഭവം ഉണ്ടായത്. പ്രാദേശിക ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ നാട്ടുകാർ സ്ഥലത്ത് എത്തി പ്രതിഷേധം നടത്തി. കെട്ടിടം ഒരു സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥയിലുള്ളതായിരുന്നു. അവിടെ താമസിച്ചിരുന്ന ഇതര സംസ്ഥാനക്കാരായ സ്ത്രീകളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വാർഡ് മെമ്പർ മുതൽ പഞ്ചായത്ത് പ്രസിഡന്റ് വരെയുള്ളവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. വനിതകളും യുവാക്കളും ചേർന്ന് വാഹനങ്ങൾ തടഞ്ഞു. പൂർണ്ണമായും ആ അനാശാസ്യ കേന്ദ്രം അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ടു. ഞങ്ങളുടെ വീടുകൾക്ക് സമീപം ഇതുപോലെ അനാശാസ്യ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുമ്പോൾ കുട്ടികളെ പോലും സുരക്ഷിതമായി പുറത്തിറക്കാൻ പറ്റുന്നില്ല എന്നാണ് പ്രദേശവാസികളിൽ ഒരാൾ പറയുന്നത്. പോലീസ് വരുന്നു, നോക്കുന്നു, പിന്നെ ഒന്നും സംഭവിക്കാറില്ല. കുറ്റക്കാർ വീണ്ടും തിരിച്ചെത്തുന്നു. ഇനി നാട്ടുകാർ തന്നെയാണ് മുന്നോട്ട് വരേണ്ടത്. ഇത് വെറും ഒരു സംഭവമല്ല, പെരുമ്പാവൂരിലെ ജനങ്ങൾക്കിടയിൽ പടരുന്ന സാമൂഹ്യ ഭീതിയുടെ അടയാളമാണ്. ലഹരിമരുന്ന് വ്യാപാരികളും പെൺവാണിഭ സംഘങ്ങളും ഇവിടെ ആസ്ഥാനം പിടിച്ചതായി നാട്ടുകാർ ആരോപിക്കുന്നു. പലരും വ്യാജരേഖകൾ ഉപയോഗിച്ച് താമസിക്കുന്നതായും ചിലർ തൊഴിലാളികളായി രജിസ്റ്റർ ചെയ്തിട്ടും കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നതായും റിപ്പോർട്ടുകളുണ്ട്. ലഹരി മാഫിയയുടെ സ്വാധീനം വളർന്നതോടെ പെരുമ്പാവൂരിന്റെ രാത്രികൾ ഇനി സുരക്ഷിതമല്ലെന്ന് നാട്ടുകാർ പറയുന്നു. പല പബ്ലിക് സ്ഥലങ്ങളിലും പഴയ കെട്ടിടങ്ങളിലും രഹസ്യകേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നതായി സൂചനയുണ്ട്. ഇതെല്ലാം കണ്ട് ഭീതിയിലായിരിക്കുകയാണ് നാട്ടുകാർ. സംഭവത്തിന് പിന്നാലെ പെരുമ്പാവൂർ പോലീസും അന്യസംസ്ഥാന സംഘങ്ങളും ചേർന്ന് പരിശോധന ആരംഭിച്ചു. എങ്കിലും നാട്ടുകാർക്ക് വിശ്വാസം കുറവാണ്. ഇത് താൽക്കാലിക നീക്കമാവരുത്, സ്ഥിരപരിഹാരമാകണം എന്നാണ് അവർക്കുള്ള ആവശ്യം. കുറ്റകൃത്യങ്ങൾ തടയാൻ സ്ഥിരമായ നിരീക്ഷണം, രജിസ്ട്രേഷൻ നിയന്ത്രണം, താമസസ്ഥല പരിശോധന എന്നിവ ആവശ്യമാണ്. പെരുമ്പാവൂരിലെ ജനങ്ങൾ പോലീസിനും ഭരണകൂടത്തിനും മുന്നിൽ ഉന്നയിക്കുന്ന പ്രധാന ആവശ്യം അതാണ്. പെരുമ്പാവൂർ ഒരിക്കൽ തൊഴിൽ അവസരങ്ങളുടെ നഗരമായിരുന്നു. ഇന്ന് അത് ഭീതിയും കുറ്റവാളികളും നിറഞ്ഞ പ്രദേശമായി മാറുന്നു എന്നതാണ് നാട്ടുകാർ പറയുന്നത്. പല വീടുകളും കുടുംബങ്ങളും അവരുടെ ജീവിതശൈലി മാറ്റേണ്ടി വന്നു. പെൺകുട്ടികൾ രാത്രി പുറത്തിറങ്ങുന്നത് പോലും ഭയത്തോടെയാണ്. പ്രതിസന്ധിയെ മറികടക്കാൻ ശക്തമായ ജനകീയ ഇടപെടലും പോലീസിന്റെയും ഭരണകൂടത്തിന്റെയും ഒത്തുനിൽപ്പുമാണ് പരിഹാരം. ഓരോ വീടും സ്വന്തം പ്രദേശവും സുരക്ഷിതമാക്കാനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കണം. പെരുമ്പാവൂർ കേരളത്തിന്റെ തൊഴിൽ ഹൃദയം. എന്നാൽ ആ ഹൃദയത്തിൽ പടരുന്ന അനാശാസ്യത്തിന്റെ രോഗം ഇനി സഹിക്കാനാവില്ലെന്ന് നാട്ടുകാർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. തൊഴിലിനായി എത്തിയവരിൽ ഭൂരിഭാഗവും സത്യസന്ധരാണെങ്കിലും കുറ്റവാളികൾക്ക് മറയായി മാറുന്നവർക്കെതിരെ കഠിന നടപടി വേണം. പെരുമ്പാവൂർ വീണ്ടും സുരക്ഷിതമാകണം. സമൂഹം വീണ്ടും ശാന്തതയിലാകണം. അതാണ് നാട്ടുകാരുടെ ആഗ്രഹവും കേരളത്തിന്റെ അഭിമാനവും. ഇത്തരം സംഭവങ്ങൾ നമ്മുടെ സമൂഹത്തിന്റെ ഭാവിയെക്കുറിച്ച് വലിയ ചോദ്യങ്ങൾ ഉയർത്തുന്നു. നാട്ടുകാർക്കും ഭരണകൂടത്തിനും ചേർന്നുള്ള ഇടപെടലാണ് ഏകമാർഗം. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? പെരുമ്പാവൂരിലെ ഈ അനാശാസ്യ കേന്ദ്രങ്ങളെ അടിച്ചുമാറ്റാൻ എന്ത് നടപടികൾ വേണം എന്ന് നിങ്ങൾ വിചാരിക്കുന്നു? താഴെ കമന്റായി എഴുതുക.